ഓം മഹത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഒരാൾക്ക് കർമ്മദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, പലപ്പോഴും കഷ്ടകാലങ്ങൾ, ദാരിദ്ര്യം, രോഗങ്ങൾ, അപകടങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കർമ്മദോഷം അകറ്റാൻ വേണ്ടി ഒരു നക്ഷത്രത്തെ അല്ലെങ്കിൽ ആ നക്ഷത്രത്തിന്റെ കാരകത്വത്തെ പിടിച്ചാൽ കർമ്മദോഷങ്ങൾ അകലും എന്ന് പറയപ്പെടാറുണ്ട്. ഏത് നക്ഷത്രമാണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 350 പരം വീഡിയോസ് ഉണ്ട്. അതിൽ 100 പരം വീഡിയോസ് കേരള അസ്ട്രോളജിയിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റുകളൊക്കെ ഉള്ളതും പാടലുകളടക്കം ശ്ലോകങ്ങളടക്കമുള്ള വീഡിയോകളാണ്. ഒത്തിരി വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള പരാശര മുറയിലുള്ളതും വേറെ പല ലൈനേജിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലിലുണ്ട്. ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ കുറച്ച് വീഡിയോകൾ കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പിന്നെ 3-4 ലൈവ് വീഡിയോസ്, ഞാൻ ഫുൾ ലെങ്ത് വീഡിയോസ്, മൊത്തത്തിലൊരു സബ്ജക്റ്റിനെ ഉൾക്കൊള്ളുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി നോക്കുക. ഇന്നത്തെ സബ്ജക്റ്റ് കഷ്ടകാലം കൊണ്ട് കഷ്ടപ്പെടുന്നവർ. അവർ പലപ്പോഴും ഉപാസനകൾ ഏതെടുക്കണം, ഏത് അമ്പലത്തിൽ പോകണം, ഏത് മൂർത്തി ആരാധിക്കണം എന്നൊക്കെ പലപ്പോഴും ചോദിക്കുന്നു. ഇതിനെപ്പറ്റി ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലഗ്നം 5-8, ലഗ്നം പഞ്ചമ നവമസ്ഥാനം, ഇതിനെ കേന്ദ്രം എന്ന് പറയും. ഇതിന്റെ പ്രാധാന്യം എടുത്തുകൊണ്ട് 9-ാം ഭാവാധിപൻ, 9-ാം ഭാവാധിപതി എന്ന നക്ഷത്രാധിപൻ, 5-ാം ഭാവം, 5-ാം ഭാവാധിപതി എന്ന നക്ഷത്രാധിപൻ, ഇത്തരത്തിലൊക്കെ ഉപാസന ചെയ്യേണ്ടത് മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയും ദുസ്ഥാനങ്ങളെ കണക്ട് ചെയ്യാതെ ഇരിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും പല ജാതകങ്ങളിലും നോക്കുമ്പോൾ നവമ പഞ്ചമ സ്ഥാനങ്ങൾ 5, 9 ലഗ്നമൊക്കെ 8 തട്ടിയിരിക്കും. 8-ാം ഭാവം 6 തട്ടിയിരിക്കും, 12 തട്ടിയിരിക്കും. അപ്പൊ 8 തട്ടിയത് ഇട്ടാൽ കഷ്ടകാലം എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ 8 തട്ടാതെ ഇരിക്കണമെങ്കിൽ, നമുക്ക് കഷ്ടം തട്ടാതെ ഇരിക്കണമെങ്കിൽ ആ സമയം ഇങ്ങനെയുള്ള ഉപാസനകൾ ചിലപ്പോൾ തകർക്കേണ്ടതായിട്ട് വരും, എടുക്കാതെ ഇരിക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് എന്തിനെ എടുക്കാം? അതാണ് ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം. ഈ ലഗ്നം 5-9 എന്ന ഭാവത്തിന്റെ പ്രത്യേകത, നക്ഷത്രത്തിന്റെ പ്രത്യേകതയൊക്കെ കുമാരസ്വാമിയം എന്ന തമിഴ് ഒരു നൂലുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തില്, പിന്നെ പരാശര ഹോരയുടെ അടിസ്ഥാനത്തിൽ ഒരു ലൈവ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. പിറപ്പ് രഹസ്യം, അതായത് പരാപര രഹസ്യം. അത് പോയി കണ്ടാലും നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകും, നക്ഷത്രത്തിന്റെ സ്വഭാവത്തെ പറ്റി, ഓരോ നക്ഷത്രത്തിന്റെയും സ്വഭാവം. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോണ ഒരു നക്ഷത്രത്തെ പിടിച്ചാൽ നല്ലതെന്ന് പറയണം. അപ്പൊ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് നോക്കാം. നക്ഷത്രം, നിങ്ങളുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം ആണ് നിങ്ങളുടെ നക്ഷത്രം. ആ വഴിയാണ് നിങ്ങൾ ഭൂമിയിലേക്ക് എത്തിയത്. അപ്പൊ ആ കേതു മുതൽ കേതു, ശുക്രൻ, സൂര്യ, ചന്ദ്ര, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ എന്ന വരിസ എങ്ങനെ ഉണ്ടായി, അശ്വതി, ഭരണി, കാർത്തിക, ഇതിന് വരിശ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞു. ഈ നക്ഷത്രം നിങ്ങളുടെ ഏതാണെന്ന് ആദ്യം നോക്കുക. സപ്പോസ് നിങ്ങളുടെ നക്ഷത്രം അശ്വതി ആണെങ്കിൽ കേതുവിന്റെ നക്ഷത്രമാണ്. ഭരണി ആണെങ്കിൽ ശുക്രന്റെ നക്ഷത്രമാണ്. അപ്പോ ഓരോ നക്ഷത്രത്തിന്റെ ഇതിലും ഓരോ ഗ്രഹത്തെ ആളുമേസ് ചെയ്യും, ഓരോ ഗ്രഹം അതിനെ കൺട്രോൾ ചെയ്യും. ഇവിടെ ഈ അവസ്ഥയ്ക്ക് ശേഷമാണ് ഈ അവസ്ഥ ഉണ്ടായത് എന്നർത്ഥം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ, ഇത്രയും അവസ്ഥയ്ക്ക് ശേഷം, അതായത് ഞാൻ കഴിഞ്ഞ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോരോ അവസ്ഥയെ താണ്ടിയതിനു ശേഷം മാത്രം നമ്മൾ എവിടെ എത്തും? ഈ 8 അവസ്ഥകളും താണ്ടിയിട്ടാണ് പിന്നെ കേതുവിന്റെ അവസ്ഥയിലെത്തുക. ഇപ്പോ നിങ്ങൾ ജനിച്ചിരിക്കുന്ന ഭരണി എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ മോക്ഷ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അവസാന അന്ത്യ നക്ഷത്രം, അന്ത്യമായിട്ടുള്ള അവസാനത്തെ അവസ്ഥയാണ് ഇത്. മോക്ഷ നക്ഷത്രം ആണ് ഭരണിയുടെ മോക്ഷ നക്ഷത്രമാണ് അശ്വതി.
കാർത്തികയുടെ മോക്ഷ നക്ഷത്രമാണ് ഭരണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അവസ്ഥ, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദ സോൾ. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദ സോൾ, അതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ആള് നിങ്ങൾക്ക് കണ്ടില്ലേ, നിങ്ങളൊരു സ്ഥലത്തെത്തി മുന്നോട്ട് മാത്രം പോകാൻ പറ്റുന്ന ഒരു പാതയാണ് ഇതെങ്കിൽ മുന്നോട്ട് മാത്രം പോകാൻ പറ്റുന്ന, കാലെടുത്ത് വെച്ചാൽ ബാക്കോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു പടിക്കെട്ടാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് നടന്നു തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ് ഇങ്ങനെ പോകുന്ന സമയത്ത് സെവൻത്ത്, എയ്ത്ത്, നയൻത്ത് ഇവിടെ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ബാക്കോട്ട് വരാത്തതുകൊണ്ട് ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇതിനെ കവർ ചെയ്ത് 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 ദെൻ ഇതിനെ കവർ ചെയ്ത് ഇതിനെ കവർ ഇവിടെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് സഞ്ചരിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഈ വൺ വേയിലൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ടേണിങ് നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞ് വണ്ടി ബാക്ക് എടുക്കാൻ പറ്റില്ല, പിന്നെ അങ്ങേയറ്റത്ത് പോയിട്ട് തിരിച്ച് ദീ കൂടി തന്നെ വേണം. അപ്പൊ ഈ ബാക്കിൽ നിൽക്കുന്ന ആളുടെ പ്രത്യേകത, ബാക്കിലെ നക്ഷത്രത്തിന്റെ പ്രത്യേകത, ഇവൻ ഈ 9 സ്റ്റേജുകൾ താണ്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ അതിന്റെ തൊട്ട് മുമ്പത്തെ നക്ഷത്രം നിങ്ങൾക്ക് മോക്ഷതാരമാണ്. നിങ്ങൾക്ക് കഷ്ടകാലം, നിങ്ങൾക്ക് ദോഷങ്ങള്, നിങ്ങൾക്ക് പ്രശ്നങ്ങള് ഒക്കെ ഉള്ള സമയം, ഇവിടെ ഒരു കാര്യം നക്ഷത്ര പദ്ധതിയിലൊക്കെ കാണാം, ലാസ്റ്റ് നക്ഷത്രത്തിന്റെ അവസാനത്തെ കാല് പല കാര്യങ്ങൾക്കും ഒഴിവാക്കണം എന്നുണ്ട്. അതിന്റെ തിയറി വേറെ കേട്ടോ. നമ്മൾ കല്യാണം നടത്തുന്ന സമയത്ത്, ഒരു മുഹൂർത്തം കുറിക്കുന്ന സമയത്തൊക്കെ ലാസ്റ്റ് നക്ഷത്രത്തിന്റെ അവസാന പാദം ഒഴിവാക്കണമെന്ന് പറയും. അതിനുള്ള തിയറി വേറെ, അതിന്റെ ലോജിക്ക് വേറെ, അത് ആ സമയത്ത് എടുത്താൽ മതി. ഇവിടെ മോക്ഷ നക്ഷത്രം എന്ന് പറയുന്ന തൊട്ട് മുന്നത്തെ നക്ഷത്രത്തിന്റെ കാരകത്വമുള്ളവരായിട്ട് നിങ്ങൾ കണക്ഷൻ വരികയാണെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങൾ കുറയുമെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഇത്രയും സ്റ്റെപ്പ് നടന്നതിന്റെ ഒരു എഫക്റ്റ് കിട്ടും, ഇതിന് ഇത്രയും കവർ ചെയ്തതിന്റെ ഒരു എഫക്റ്റ് കിട്ടും ഈ നക്ഷത്രമായിട്ട് കണക്ഷൻ വരുമ്പോൾ. അടുത്ത നക്ഷത്രമായിട്ട് കണക്ഷൻ വരുമ്പോൾ ഇത്രയും നിങ്ങൾ താണ്ടുള്ളൂ. ഇതാവുമ്പോഴത്തേക്ക് ഒരു ഫുൾ സർക്കിള് ഇങ്ങനെയുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദോഷങ്ങൾ മാറും എന്നൊക്കെ ഒരു പറച്ചിലാണ്. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ ലാസ്റ്റ് നക്ഷത്രമുള്ള ആളുകളായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവരുടെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ വേറൊരു പ്രത്യേകത, ആ ലാസ്റ്റ് നക്ഷത്രക്കാരെ, അതായത് തൊട്ട് മുമ്പിലത്തെ നക്ഷത്രക്കാര്, അവർക്ക് നിങ്ങൾ നല്ലതായിട്ട് വരും. കാരണം അവരുടെ സമ്പത്ത് തരുന്ന നക്ഷത്രമാണ് രണ്ടാമത്തത്. അവർക്ക് സമ്പത്താണ്, നിങ്ങൾക്കത് മോക്ഷവും ആയിത്തീരും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു നക്ഷത്രം ഉണ്ടാവും. കാരണം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് ഒരു നക്ഷത്രത്തിലാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഉത്രാളിക്കാവ് അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ഇന്ന കാവ്, പൂയം കാവ്, പൂയ നക്ഷത്രത്തിൽ ആണ് ആ ദേവൻ. ചില സ്ഥലത്ത് അങ്ങനെ പേര് പറയാറില്ല നക്ഷത്രത്തിന്റെ. അപ്പൊ അവിടെയുള്ള ആഘോഷങ്ങള്, ആ ദേവന്റെ ഉത്സവമൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, പ്രതിഷ്ഠാദിനം നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ഏത് നക്ഷത്രത്തിലാണോ ഒരു ക്ഷേത്രം ഉള്ളത്, ആ നക്ഷത്രം നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ, നിങ്ങളുടെ മോക്ഷ നക്ഷത്രമാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. നിങ്ങളുടെ ദോഷങ്ങൾ കുറയും. നിങ്ങളുടെ നെഗറ്റീവ് എനർജി, ദോഷ ശക്തികളെ ഈ ക്ഷേത്രം കുറയ്ക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങളുടെ 27ാമത്തെ നക്ഷത്രത്തിന്റെ, അതായത് തൊട്ടു മുന്നത്തെ നക്ഷത്രത്തിന്റെ വൃക്ഷങ്ങള്, പക്ഷികള്, മൃഗങ്ങള് ഇവയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ വളർത്താം.
നിങ്ങളുടെ നക്ഷത്രത്തിന്റെയും വളർത്താം, നിങ്ങളുടെ തൊട്ട് മുന്നോട്ടുള്ള നക്ഷത്രത്തിന്റെയും വളർത്താം. നിങ്ങൾക്ക് വളർത്താൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും നല്ലത് വീട്ടിൽ വളർത്താതെ അവയ്ക്ക് സർവീസ് ചെയ്യുന്നതായിരിക്കും. കാര്യം 27ാമത്തെ നക്ഷത്രത്തിന്റെ ലാസ്റ്റ് കാല് കുറച്ച് പ്രശ്നമായതുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവ് എനർജി കൊണ്ട് കൊട്ടാൻ പറ്റിയ സ്ഥലമാണത്. അതുകൊണ്ട് അതിനൊക്കെ സെർവ് ചെയ്യുക. എവിടെയെങ്കിലും ഇപ്പോൾ പശു ആണെങ്കിൽ നിങ്ങളുടെ മൃഗം, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, പശു ആണെങ്കിൽ പശുവിന് ആഹാരം കൊടുക്കുക, പട്ടിയാണെങ്കിൽ പട്ടിക്ക് കൊടുക്കുക, പൂച്ചയാണെങ്കിൽ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുക. വൃക്ഷം ഏതാണെങ്കിൽ ആ വൃക്ഷത്തിന് വെള്ളം ഒഴിക്കുക. വൃക്ഷം ആർക്കെങ്കിലും ദാനം ചെയ്യുക. ആർക്കെങ്കിലും ഈ വൃക്ഷം മേടിച്ചു വെച്ചിട്ട് അവർക്കുണ്ടായി നിങ്ങൾ ഈ വൃക്ഷം നട്ട് വളർത്തിക്കൊള്ളൂ എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നടാൻ പറ്റിയ സ്ഥലത്ത് നടുക. പക്ഷികൾക്ക് തീറ്റ കൊടുക്കുക. വൃക്ഷം, പക്ഷി, മൃഗം ഇതൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ? നക്ഷത്രത്തിന്റെ ദേവതയെ വേണമെങ്കിൽ ആ ദേവതയെയും പൂജിക്കാം. ആ ദേവതയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ചല്ല, ആ ദേവതയെ കണക്ട് ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ, അത് പൂജിക്കണ ദേവതയാണെങ്കിൽ. ഓരോ നക്ഷത്രത്തിനും ദേവതയുണ്ട്. ഇപ്പൊ നമ്മൾ പഴയ കാലത്ത് ഒരു 90 മുതലുള്ള കാലഘട്ടത്തിൽ, ഇപ്പൊ ഞാൻ 95-ലാണ് അസ്ട്രോളജി പഠിക്കാൻ തുടങ്ങിയ. അപ്പൊ ഒരു 97, 8 ആകുമ്പോഴത്തേക്കും ജാതകം പതിയെ എഴുതാൻ പഠിച്ചു. അപ്പൊ അതിലെപ്പോഴും എഴുതുന്നതാണ് ഓരോ നക്ഷത്രത്തിന്റെ എഴുതിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തത്. ഗണമേത്, യോനി ഏത്, ദേവത ഏത്, പക്ഷി, മൃഗം, പഞ്ചഭൂതം വരെ എഴുതി കൊടുക്കും. എന്നിട്ട് പറയും നക്ഷത്രത്തിന്റെ ദേവതയെ പൂജിക്കണം എന്ന് പറയും. ആ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ പക്ഷി, വൃക്ഷ, മൃഗാദികളെ നശിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്. അതായത് വൃക്ഷത്തെ വെട്ടരുത്, പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കരുത് എന്ന് പറയും. അതേപോലെ തന്നെ പ്രധാനമാണ് ദേവതയ്ക്ക് ഉപഹാരങ്ങള്, പൂജകൾ കൊടുക്കുക. പക്ഷി മൃഗാദികൾക്ക് ആഹാരാദികൾ കൊടുക്കുക. വൃക്ഷത്തിന് പാതുകാപ്പ് കൊടുക്കുക, വൃക്ഷം വെച്ചു കൊടുക്കുക, വൃക്ഷം ദാനം ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വൃക്ഷത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്യുക. ഈ ആളുകളെ, നിങ്ങളെ നക്ഷത്രത്തിന് തൊട്ട് മുമ്പുള്ള ആളുകളെ നിങ്ങൾക്ക് സുഹൃത്തുക്കളാക്കി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് സഹായം കിട്ടും. ഇത് ഞാൻ കുറേ വർഷങ്ങൾ ഇത് നോക്കി അതിൽ നിന്ന് റിസൾട്ട് കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ നക്ഷത്രത്തിന്റെ മുന്നേ നക്ഷത്രമുള്ളവർ ഇപ്പോഴും വർഷങ്ങളായിട്ട്, ഒരു 15-20 വർഷമൊക്കെ ആയിട്ട് ഞാനായിട്ട് കണക്ഷൻ ഉള്ളവരുണ്ട്. ഇപ്പോഴും വിട്ടു പോകാത്തവർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയുക. വേറൊരു കാര്യമുണ്ട്, ഇത് നക്ഷത്രം വെച്ച് തന്നെ പറയണത്, അവരുടെ ലഗ്നം നിങ്ങളുടെ ലഗ്നത്തിന്റെ ഓപ്പോസിറ്റ് ആവാൻ പാടില്ല എന്ന് ഉണ്ട്. അത് നിങ്ങൾക്ക് ജാതകമൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ അസ്ട്രോളജർ ആയതുകൊണ്ട് ഇവന്മാരുടെ എല്ലാത്തിൻ്റെയും ജാതകം, ഫ്രണ്ട്സിന്റെ ഒക്കെ ജാതകം എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ പണ്ടേ പോലെ നോക്കി എല്ലാവരുടെയും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് അല്ലാത്ത പക്ഷം എല്ലാം ഓക്കെ ആയിട്ട് നടക്കും. പിന്നെ നമ്മുടെ നക്ഷത്രത്തിന് മുമ്പുള്ള ആളുകൾ നമ്മളുടെ അടുത്ത് എപ്പോഴും വരും. നമ്മുടെ കുറേ കസ്റ്റമേഴ്സും ക്ലയൻസ് ഒക്കെ ഈ നക്ഷത്രത്തിലുണ്ടാവും. അവരെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. അവരൊക്കെ നമ്മളിൽ നിന്നും നല്ല റിസൾട്ട് മേടിക്കുന്നവരും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് കൺസൾട്ടേഷൻ നമ്മളിൽ നിന്ന് വാങ്ങുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശരിയാണോ നോക്കുക, നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് നിങ്ങളുടെ റോങ് കർമ്മ ഡീആക്ടിവേഷൻ ആണ്. പോസിറ്റീവ് കർമ്മയെ നൽകുന്നതാണ്. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.